അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മൾക്ക് സുഖമാണ്. നമ്മളിന്നിങ്ങനെ പുറത്ത് പോകുക കേട്ടോ. വാണിയമ്പലം വരെ പോകണം. അപ്പോൾ ട്രെയിനിന് പോകാൻ വേണ്ടി ഇങ്ങനെ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക കേട്ടോ. ഓട്ടോറിക്ഷ വരുന്ന കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനാണ് പോയാൽ വേഗം പോയി പോരാലോ വിചാരിച്ചിട്ട് ട്രെയിനിന് പോകുക കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ എടുക്കണം കേൾക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും കുഞ്ഞോള് ഇറങ്ങിക്കണം കേട്ടോ. കുട എടുത്തില്ലേ? അത് കരിമ്പൻ അടിച്ചിരിക്കണം ഇടണ്ട. ഈ വെള്ള ചെരുപ്പായ അതിനെ വേഗം കരിമ്പൻ അടിച്ചു. വേറെ ചെരുപ്പിട്ടോ. അപ്പം ഇന്ന് കാലാവസ്ഥ മഴ തന്നെയാണ്. ഒരു കുട ഉണ്ട്. അപ്പം ഞങ്ങളങ്ങനെ പോകാൻ നിൽക്കുക കേട്ടോ. കുട ഇപ്പം എവിടുന്നേലും ഇറങ്ങുന്നിടത്തുനിന്നൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. എന്നാലും കുട ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഇനി പോയി വരട്ടോ. പണി ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അതൊക്കെ ചാടി കുടിക്കണം. നമുക്ക് അതവിടെ വെള്ളം നിന്നിട്ടോ. അതിൻ്റെ അപ്പുറത്ത് കൈത്തോടാണ്. പത്തണിയോ? ആ 9:30 9:50 10 ആവും. എപ്പോൾ നോക്കിയാലും ഓണാകാതെ ഫോണിങ്ങനെ കുടിച്ചു. Copy.
റെയിൽവേ സ്റ്റേഷൻ ഇത് എന്താ പറയുക സ്റ്റോപ്പൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ മക്കളെ നമ്മൾ തൊടുവപ്പലം കഴിഞ്ഞു കേട്ടോ. വാണിയമ്പലം എത്താനായി. ഇങ്ങോട്ട് വരല് ബസ്സിനാണ് കാരണം കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ട്രെയിൻ ആവും? 5 മണി കഴിഞ്ഞോ? അപ്പോൾ പിന്നെ ബസ്സിന് തന്നെ പോരട്ടെ. അതുകൊണ്ട് സുഖമാണ് നമുക്ക് പോകാം. മറ്റേ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോയത്. മറ്റേ ട്രെയിൻ വന്നിട്ടുണ്ട് അല്ലേ? ഷൊർണൂർക്കിൻ്റെ ട്രെയിനാണത്. ഇന്ന് വന്നിട്ടുണ്ടാവും. എന്ത് നമ്മൾ ഇന്നാള് പോയ ഓട്ടോറിക്ഷാക്കണ അവിടെ നിൽക്കണം. ചെറിയാത്താൻ്റെ ആങ്ങളെ. ബസ് നീലേ? ആ ബസ് തന്നെ. ആ ബസ് തന്നെ പാണ്ടിക്കാട്ടേക്കുള്ള ബസ്. ആരാ മുത്തുവിനെ വിളിച്ചിന്? ഞങ്ങൾ പെണ്ണൂൻ്റെ അവിടെ എത്തിട്ടോ. ഞങ്ങൾ വാണിയമ്പലത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ പെണ്ണൂൻ്റെ അവിടെ എത്തി. ഇജ്ജിപ്പോൾ ആർക്കും വിളിച്ചു വേണു? പെണ്ണൂൻ്റെ അമ്മോസാക്ക് സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്നങ്ങാണ്ട് ഉപ്പാനെ കണ്ടു പോകായിരുത്തി. അങ്ങനെ പോന്നു. ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ വണ്ടൂരിലൊക്കെ പോയി, വാണിയമ്പലം വണ്ടൂരൊക്കെ പോയി, പാണ്ടിക്കാട് പോയി, പെണ്ണൂര് അവിടെയൊക്കെ പെണ്ണൂൻ്റെ അമ്മസാക്കാനൊക്കെ കണ്ടു പോന്നിട്ടോ. അപ്പോൾ വന്നിപ്പോൾ 2 മണിയായി സമയം. ചോറ് വെച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും ഞങ്ങൾ നിന്നില്ല. ഓട്ടർച്ച വരാത്തറിഞ്ഞ അവിടുന്ന് വേഗം തന്നെത്തു. ഇവിടെ എത്തിട്ടോ, നമ്മളെ പെരയിലെത്തി. അപ്പോൾ ഞങ്ങൾ ചോറൊന്നും വെക്കാതെ പോയതല്ലേനോ. അപ്പോൾ ചോറിപ്പോൾ വന്ന് തീമിട്ടിക്കണം. വേഗം ഉള്ളി തക്കാളിയൊക്കെ വാട്ടി ബീഫ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബീഫ് വറ്റിച്ച് വെച്ചാട്ടോ. അപ്പോൾ ഇത് കുറച്ചെടുത്തുകൊണ്ട് വേഗം പൊറാട്ടയ്ക്ക് കറി ഉണ്ടാക്കുക. അപ്പോൾ പൊറാട്ടയും കറി കഴിച്ചാൻ വേണ്ടിയിട്ട് ചോറ് വൈകുന്നേരത്തിന് വേണ്ടി തീമിട്ടിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളി വാട്ടാനിട്ടതാണ്. എല്ലായിടത്തും കൂടി പോയ കാര്യമൊന്നും നടന്നില്ലെങ്കിലും എല്ലായിടത്തും കൂടി പോയി തിരിച്ചെത്തിട്ടോ. ഞങ്ങൾ ബാങ്കിലേക്ക് പോയതേനു. ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചാച്ചതാട്ടോ. പെട്ടെന്നൊരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കുക. വരട്ടൊന്നല്ല കേട്ടോ, കുറച്ച് കവർ കൊടുക്കാൻ തന്നെ ഉണ്ടാക്കണം. പൊറാട്ടയ്ക്കല്ലേ. അപ്പം അങ്ങനെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടൊക്കെ വാടിക്കണം കേട്ടോ. ഇനി തക്കാളി കൊടുക്കട്ടെ. തക്കാളി ഇപ്പോൾ ഭയങ്കര ഒരു ബലാണ്. ചെറുതാക്കി പെട്ടെന്ന് വെന്ത് കിട്ടുന്നില്ല. കുക്കറിലാണ് പിന്നെ ഒരു ചിക്കൻ അടിച്ചാൽ പിന്നെ പെട്ടെന്ന് തോന്നും. അപ്പോൾ പിന്നെ പെട്ടെന്നില്ല എളുപ്പപ്പണിയല്ലേ. എളുപ്പം കുക്കറിലാണ് ഉണ്ടാക്കുമല്ലോ. ഞാൻ അങ്ങനെ തന്നെ കാട്ടിൽ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുക്കർ ഇട്ടോ. അപ്പോൾ കുഞ്ഞോട് കുക്കറിൽ ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചട്ടിയിലാക്കിട്ടോ. അപ്പം ഇനി ഒന്ന് വേവട്ടെ. തക്കാളി ഒന്ന് വെന്തോടെയാട്ടെ കേട്ടോ. ഇവിടെ അടുത്താണ്. അപ്പം ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. 1 സ്പൂൺ അല്ല, ഒരു 1.5 സ്പൂൺ, ഒരു 3/4 സ്പൂൺ
മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലി ഒരു 1.5 സ്പൂൺ കേട്ടോ. ഇത് പിന്നെ എരിവില്ല മുളക് പൊടി കേട്ടോ, അതൊരു 1/2 സ്പൂൺ. ഇത് ബിരിയാണി മസാലയാണ് കേട്ടോ, 1 സ്പൂൺ. ഓ ചൂടുണ്ടല്ലോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. വരുന്നില്ല ഫുള്ളിലാക്കും. ഉപ്പച്ച് പഴിച്ചങ്ങാണ്ട് കുഴങ്ങുന്നുണ്ടായിരുന്നു. ഇന്നലെ വേവിച്ച് ഇന്നലെ മഞ്ഞൾ മുളക് ഉപ്പൊക്കെ ഇട്ട് വറ്റിച്ച് കുക്കറിലെടുത്ത് വെച്ചേന് കേട്ടോ. പിന്നെ കുറച്ച് ബീഫ് ഒന്നായിട്ട് പോയി കുറച്ചിക്കണേ ചാടുകൂടെ പിടിച്ചോളെ. തെറിച്ചു, ചാടുമല്ല ചോരും കൂടെ ഒക്കെ തെറിച്ചു. അതിക്ക് ഇടുന്നോട് ആകെ എടുത്താ എടുക്കാം നിങ്ങൾ തട്ടി. കുറച്ച് ഞാൻ വന്നേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തേക്കേണ്ടിയിരുന്നു. ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടാണ് ഞാൻ കരുതി. അതിന് ചോറുണ്ട് പുറത്തേക്ക് വെച്ചിട്ടില്ലല്ലോ. ഉണ്ടാക്കി വെച്ചാൽ ചോറൊക്കെ ഉണ്ടോ ഇവിടെ? ഞാനിങ്ങനെ പോയിരുന്നു. അപ്പം അങ്ങനെ ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇതൊന്ന് വേവട്ടെ, മസാലയിൽ കടന്നിട്ട് ബീഫ് ഒന്ന് വേവട്ടെ കേട്ടോ. ഉണ്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. ഓഫാക്കിക്കളാം, അത്രയ്ക്ക് മതി. കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇറച്ചി പിന്നെ ആദ്യം തന്നെ, ബീഫ് പിന്നെ ആദ്യം തന്നെ വെന്തതായതുകൊണ്ട് പെട്ടെന്നുണ്ടല്ലോ വെക്കാൻ. അപ്പം ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ കറി റെഡി ആയിട്ടോ. എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.